ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തം. ഭാഗം 1797. ഇന്ന് ഡിസംബർ മാസം 1-ാം തീയതി 336-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. മാത്രമല്ല ഈ ആണ്ടിലെ ഒടുവിലത്തെ മാസത്തിന്റെ ആദ്യ ദിനവുമാണ്. സുറിയാനി സഭയെ സംബന്ധിച്ച് ഈ ദിനത്തിന്റെ പ്രത്യേകത പരിശുദ്ധ കന്യകമറിയാമിന്റെ എലിശബാഡ് അടുക്കലേക്കുള്ള യാത്രയുടെ സ്മരണ പുതുക്കുന്ന ദിനവും കൂടിയാണ്. തന്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞ പരിശുദ്ധ മറിയമെന്ന അമ്മ തന്റെ ദൗത്യത്തിലേക്ക് എത്ര വേഗമാണ് പ്രവേശിക്കുന്നത്. ഡിസംബറിന്റെ നല്ല ദിനങ്ങളിൽ അതിന്റെ ആരംഭ ദിനം പ്രഭാതകിരണമെന്ന പുലർകാല വിചാരത്തിൽ യേശുവിനോടൊപ്പം ഒരു സഞ്ചാരത്തിന് നമുക്ക് ധൈര്യത്തോടെ ഇറങ്ങിപ്പുറപ്പെടാം. ധൈര്യം മാത്രമല്ല, പ്രാർത്ഥനയും വിനയവും വിശാല ഹൃദയവും ഒക്കെ കൂടെ ഉറപ്പുവരുത്തണം. ഒരു ക്രിസ്തു അനുഭവത്തെ സ്വന്തമാക്കാനായിട്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും തീവ്രമായി ആഗ്രഹിക്കുക, തീക്ഷ്ണമായി അന്വേഷിക്കുക. ആലോചനയും അന്വേഷണവും ഒക്കെ നമ്മളെ എരിപൊരി കൊള്ളിക്കണം, അത്രത്തോളം അസ്വസ്ഥപ്പെടുത്തണം. അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക്, ഒരു യേശു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാളിന്റെ മുമ്പിൽ എത്രയോ വലിയ മാതൃകയാണ് പരിശുദ്ധ അമ്മ മറിയം. അമ്മ മറിയത്തിന് അപ്പുറത്ത് അത്രത്തോളം വലിപ്പമുള്ള, വ്യക്തതയുള്ള, കൃത്യതയുള്ള മറ്റൊരു മാതൃക ഇല്ലതാണ്. ഏതൊരാളുടെയും ഉള്ളിൽ ഒരു യേശു അനുഭവം ഉണ്ടായി ദൈവത്തിൽ നിന്ന് ലഭിച്ച നിയോഗത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്വന്തം ദൗത്യത്തിലേക്ക് വേഗം പ്രവേശിക്കും. എലിശബാഡ് അടുക്കിലേക്കുള്ള മറിയത്തിന്റെ യാത്ര അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ഉപദേശിക്കുന്നത്. മനുഷ്യരെ അന്വേഷിക്കണമെന്നാണ്. അതും ആവശ്യമുള്ള, ആവശ്യക്കാരായ മനുഷ്യരെ, അത്യാവശ്യക്കാരായ മനുഷ്യരെ നമ്മൾ അങ്ങോട്ടെത്തി അന്വേഷിക്കണം. അവരെ കരുതണം, പരിപാലിക്കണം, പരിചരിക്കണം. കുറെയേറെ ദുർഘടവും വിഷമവും പിടിച്ച ഒരു ഓർമ്മപ്പെടുത്തലാണ്. വല്ലാത്തൊരു നിയോഗം തന്നെയാണ്. ഏതാണ്ട് തീ വിഴുങ്ങിയ അനുഭവവും അവസ്ഥയുമാണ്. എന്നാലും മനുഷ്യരെ അന്വേഷിക്കാനായിട്ട്, അതും നിരാലംബരായ, ദുർബലരായ, അത്യാവശ്യക്കാര്, അവരുടെ ഒരു സാമീപ്യം ആവശ്യമുള്ള മനുഷ്യരെ തേടിക്കണ്ടെത്താനായിട്ട് മറിയമെന്ന അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മറിയമെന്ന അമ്മ മാത്രമല്ല, മറിയമെന്ന അമ്മയുടെ ഉള്ളിലായിരിക്കുന്ന ക്രിസ്തുവേശു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതെ, പുറത്ത് അകലത്തെവിടെയോ അല്ലെങ്കിൽ അടുത്തെവിടെയോ എലിശബമാര് എന്റെ സാമീപ്യത്തിനു വേണ്ടി, എന്റെ ഇടപെടലിനു വേണ്ടി വല്ലാതെ പ്രാർത്ഥിച്ച് കാത്തിരിപ്പുണ്ട്. ആമേൻ.